നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 161 161. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവതം ഭാഗം 161. ദ്വിതീയ സ്കന്ധത്തിൽ 3-ാം അധ്യായത്തിൽ 19-ാമത്തെ ശ്ലോകമാണെന്ന് പറയുന്നത്. ശ്വ വിഡ്വരാഹോഷ്ട്രഘരേ ശ്വ വിഡ്വരാഹോഷ്ട്രഘരേ സംസ്തുത പുരുഷ പശു ന യത് കർണപദോപേദോ ജാതു നാമ ഗദാഗ്രജാം. ഈ ഗദാഗ്രജ എന്ന് പറഞ്ഞാൽ എത്ര ആൾക്കാർ അറിയുമെന്ന് എനിക്ക് പറയാൻ വയ്യ. വസുദേവർക്ക് സ്ഥലപുരാണത്തിൽ പറയണു 13 പത്നിമാരാണ്. അതിപ്പോൾ എണ്ണം നമ്മൾ ശ്രദ്ധിക്കണ്ട. അതിൽ ഏറ്റവും അവസാനം ഉണ്ടായിട്ടുള്ള ആളാണ് ഗദൻ. ആ ഗദൻ്റെ അഗ്രജൻ, ഏട്ടൻ, ശ്രീകൃഷ്ണൻ എന്നുള്ള അർത്ഥത്തിലാണ് ഈ അരുമ പേര് പറയുന്നത്. വിഷ്ണു സഹസ്രനാമത്തിൽ 3-4 പ്രാവശ്യം വരും ഗദാഗ്രജ എന്നുള്ളത്. അത് ശ്രദ്ധിച്ചാൽ ഒരു ഭാവം കിട്ടും. ഗദനെ ബഹുമാനിക്കാം, ഭഗവാനെയും ബഹുമാനിക്കാം. ശ്വവിഡ്വരാഹോഷ്ട്രഘരൈ സംസ്തുത പുരുഷ പശു ന യത് കർണപദോപേദോ ജാതു നാമഗദാഗ്രജാം. അവ ഗദാഗ്രജ നാമ എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണൻ എന്ന നാമം ഒരിക്കലെങ്കിലും യാതൊരുവൻ്റെ കർണമാർഗത്തെ പ്രാപിച്ചിട്ടില്ലയോ. ഒരിക്കലെങ്കിലും ശ്രീകൃഷ്ണൻ എന്ന നാമം ചെവിയിൽ പതിച്ചിട്ടില്ലെങ്കിൽ ആ പുരുഷൻ വിഡ്വരാഹം എന്ന് പറഞ്ഞാൽ പന്നി എന്നർത്ഥമായി. ഉഷ്ട്രം, അതായത് ഉഷ്ട്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉഷ്ട്രം, ഖരം എന്നിവയോട് സദൃശമായ മൃഗമാകുന്നു. അതായത് ഒറ്റ കുളമ്പുള്ളത്, 2 കുളമ്പുള്ളത്, ഇങ്ങനെ പലതുമുണ്ട്. അപ്പോൾ ഇതൊക്കെ സംസ്കൃത വാക്കുകളാണ്. ഇനി ഇതിൽ ഭാവാർത്ഥത്തിൽ പറയണ്ടോ നോക്കാം, ഇല്ലെങ്കിൽ മൃഗങ്ങളാന്ന് വിചാരിച്ചാൽ മതി. ഏതൊരുവൻ്റെ ശ്രോത്രത്തിൽ ശ്രീകൃഷ്ണ നാമധേയം ഒരിക്കലെങ്കിലും പ്രവേശിക്കാതിരിക്കുന്നുവോ അവൻ നായ, പന്നി, ശ്വാവ് എന്നുണ്ട് അവിടെ കേട്ടോ. അപ്പോൾ നായ, പന്നി ശരിയാണ്, ഒട്ടകം, കഴുത എന്നീ മൃഗങ്ങൾക്ക് തുല്യമായ ഒരു മനുഷ്യമൃഗമാകുന്നു. ഞാൻ പറഞ്ഞതല്ല, വ്യാസർ പറഞ്ഞതാണ് ഭാഗവതത്തിൻ്റെ മാധ്യമത്തിൽ. അപ്പോൾ ശ്രീകൃഷ്ണ കൃഷ്ണ ഹരേ മുകുന്ദ എന്ന് ജപിക്കാണ്ടിരുന്നാൽ നമ്മൾ ആരാണ്? നമ്മൾ മൃഗമാണ്. യാതൊന്ന് നിനപ്പത് ഇല്ലേ, ഒരുത്തനെ തന്നെ നനച്ചിരുന്നാൽ അവൻ വരുന്നതെല്ലാം അവനെന്ന് തോന്നും. അപ്പോൾ ഈ ഗുണഗണങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമ്മൾ അടുത്ത ജന്മം ഇതായിട്ട് മാറും. അതാണ് പറയാൻ അദ്ദേഹം ശ്രമിക്കുന്നത്. അവനെ ആരും ആദരിക്കാതിരിക്കയാൽ നായയ്ക്ക് തുല്യൻ. ആദരവ്, നമുക്കൊരു പിടിവാശിക്ക് പറയാം, നായ മനുഷ്യരെക്കാൾ നന്മയുള്ളതാണ്, ഞാൻ സമ്മതിച്ചു. പക്ഷേ ആ നായ്ക്കും ചിലപ്പോൾ കെട്ടിട്ടിട്ടില്ലെങ്കിൽ അമേദ്യം തിന്നേണ്ടി വരും. അതിനുള്ളൊരു വിശേഷ ബുദ്ധി നായ്ക്കില്ല. നമ്മൾ ഈ ഓമിനിച്ച് ഈ എത്രയോ ആൾക്കാർ യൂട്യൂബിൽ കാശുണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഒരു കാര്യം പറയാതിരിക്കാനും വയ്യ. ആ നായയുടെ ഒരു സ്നേഹപ്രകടനം സംവേർ ഇൻ കേരള, ഐ തിങ്ക് സോ, ഞാൻ കണ്ടിട്ടില്ല. ഇന്ന് കാലത്ത് ഞാൻ വേറൊരാളായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ കിട്ടിയതാ. ഒരു സ്ത്രീനെ കൊന്നു. വളരെ 10-30 വയസ്സ്, നല്ല പരുവത്തിലുള്ളൊരു കുട്ടി എന്തോ സംശയാസ്പദമായ രീതിയിൽ
കൊന്നു കുഴിച്ചിട്ടിട്ട് ആരും അറിയാതെ കൊണ്ടിരിക്കാൻ ഒരു 4 ഇഞ്ച് കനത്തിൽ റോഡുണ്ടാക്കി. കാശ് കുറേ ചിലവാക്കി. പക്ഷേ ഇൻവെസ്റ്റിഗേഷന് വന്ന പോലീസുകാർക്ക് ആ വീട്ടിലുള്ള നായയുടെ അസ്വാഭാവികമായ പെരുമാറ്റം കണ്ടു. എന്താ അത്? ഈ ഉണ്ടാക്കിയ റോഡിൻ്റെ ഒരു പ്രത്യേക ഭാഗത്ത് അത് കൈകൊണ്ട് മാന്തുക, മണക്കുക ഒക്കെ ചെയ്തു അത്രേ. വന്നപാട് ചെന്തം പോലീസുകാർ റോഡ് പൊളിക്കാനുള്ള ഏർപ്പാട് ചെയ്തു. സംഗതി ശവം കിട്ടി. അപ്പോൾ അതൊക്കെ ഞാൻ സമ്മതിച്ചു. പക്ഷേ ഇവിടെ നമ്മൾ ആരാവണം എന്നാണ് പറഞ്ഞത്? ഭഗവാന്റെ തിരുപാദ പത്മത്തിൽ ഭക്തി ഉണ്ടായിട്ട് ധർമാർത്ഥ കാമ മോക്ഷത്തിലേക്ക് പോകണമെന്നാണ്. സാധാരണക്കാരനായിട്ട് ഇരിക്കാനല്ല പറയണത്. അസാമാന്യ ബുദ്ധിവൈഭവത്തോടു കൂടിയിട്ട് ഭാവനാകുതുകികളായിട്ട് വികാരങ്ങളില്ലാണ്ട് വിചാരങ്ങളെ കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി രക്ഷപ്പെടാനാണ് പറഞ്ഞത്. അപ്പോൾ തുച്ഛങ്ങളായ വിഷയങ്ങളിൽ താല്പര്യമുള്ളവനാകയാൽ അമേദ്യം തിന്നുന്ന പന്നികൾക്ക് സദൃശൻ. പന്നികളും അമേദ്യം അത് സംസ്കൃത വാക്കാണ്. ഞാൻ ആദ്യം പറയുണ്ടായി. ദുഃഖത്തെ നൽകുന്ന വിഷയങ്ങളെ ഇഷ്ടപ്പെടുന്നവനാകയാൽ മുള്ളുള്ള ചെടികളെ ആഗ്രഹിക്കുന്ന ഒട്ടകത്തോട് ഉപമിക്കാവുന്നവൻ. ശ്രദ്ധിക്കണം, ദുഃഖത്തെ നൽകുന്ന വിഷയങ്ങളെ ഇഷ്ടപ്പെടുന്നവൻ. ആനന്ദമല്ല, ദുഃഖത്തെ. അതാണ് ചിലവർ ശരീരമൊക്കെ കീറി മുറിച്ച് മണത്ത് ചോരയൊക്കെ നക്കി കഴിയുന്ന ആൾക്കാരുണ്ട്. ശൂലം തറയ്ക്കുക, കൊളുത്തിടുക, അതൊക്കെ അധമ ഭക്തിയാണ്, ഉത്തമ ഭക്തിയല്ല. സുബ്രഹ്മണ്യനോട് സ്നേഹവും ആദരം ഉണ്ടാവുമെങ്കിൽ സുബ്രഹ്മണ്യൻ്റെ ഗുണഗണങ്ങൾ ഉണ്ടായിരിക്കണം. ഒരു ഉടലും 6 മുഖമാണ്. എന്തിനാ? കാർത്തിക കുമാരിമാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി. അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിലെ ജ്ഞാനം ഉണ്ടാവണം. അതൊക്കെയാണ് ആവശ്യം. അതുകൊണ്ട് ശരീരം കീറി മുറിക്കലല്ല. എല്ലാറ്റിലും ഉത്തമം, മധ്യമം, അധമം ഉണ്ട്. തമോ ഗുണം, രജോ ഗുണം, സാത്വിക ഗുണം അല്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യരുത്. അപ്പോൾ പറഞ്ഞു, ഈ ഒട്ടകം മരുഭൂമിയിൽ മുള്ളുള്ള ചെടിയുടെ ഇടയിൽ, മുള്ളുകൾക്ക് ഇടയിലാണ് ഇല ഉണ്ടാവുക. അപ്പോൾ ഇല കിട്ടില്ല ഇവർക്ക്. കാരണം മുള്ള് കൊണ്ടിട്ട് 2 തൊണ്ണൊന്നും ചുണ്ടിൽ നിന്നും ഒട്ടകത്തിന് ചോര വരും. ഒട്ടകത്തിന് അത് കാണില്ല, ചോരയാണെന്ന് കാണില്ല. അത് നക്കും, വെള്ളമാണ് വിചാരിച്ചിട്ട്. പ്രശ്നമുണ്ടോ? അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇന്ന് ലോകത്തിൽ നമ്മുടെ ഇടയിൽ ഇതേപോലെ പല ആൾക്കാരുണ്ട്. എല്ലാം ഉണ്ടാവും, പക്ഷെ ദുഃഖികളാവും. കുടുംബം നന്നാവും, കുട്ടികളുണ്ടാവും, കാശുണ്ടാവും, പക്ഷെ ദുഃഖം. എന്തുകൊണ്ട് എനിക്ക് ലോട്ടറി അടിച്ചില്ല? എന്തുകൊണ്ട് ഞാൻ സിനിമാ സ്റ്റാർ ആയില്ല? സീരിയലെങ്കിലും ഇങ്ങനെ വിലപിക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ദുഃഖത്തെ നൽകുന്ന വിഷയങ്ങളെ ഇഷ്ടപ്പെടുന്നവനാകയാൽ മുള്ളുള്ള ചെടികളെ ആഗ്രഹിക്കുന്ന ഒട്ടകത്തോടു കൂടി ഉപമിക്കുന്നവൻ. സുഖദുഃഖങ്ങൾ, പുണ്യപാപങ്ങൾ എന്നീ ഭാരങ്ങളെ വഹിക്കുന്നവനാകയാൽ ചുമടെടുക്കുന്ന കഴുതയ്ക്ക് സദൃശൻ. പുണ്യപാപങ്ങളാണെങ്കിലും അതിൻ്റെ 2 പറയുന്നുണ്ട്. സുഖദുഃഖങ്ങളാണെങ്കിലും പുണ്യപാപങ്ങളും ഭാരമായിട്ട് എടുക്കരുത്. ഞാൻ ഇത്ര പുണ്യം ചെയ്തു, ആരെയും കൺവിൻസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാമം ചെയ്യൂ, അത് പറയാലോ. ഞാൻ നിഷ്കാമകാമനാണ്, ഞാൻ ഒന്നും കാമിച്ചിട്ടല്ല. അതൊരു ആ ബോധം ഉണ്ടായാൽ മതി. ആ ബോധം തന്നെയാണ് മോക്ഷാവസ്ഥ. അടുത്ത ശ്ലോകം 4 വരിയാണ്. ബിലേ ബദേരുക്രമവിക്രമാൻ യേ ന ശൃണ്വത കർണപുടേ നരസ്യാം ജിഹ്വാസതി ധാർദുരികേവ സൂത ന ച ഉപഗായ തുരുഗായ ഗാധാം. ബിലേ ബദോരുക്രമവിക്രമാൻ യേ ന ശൃണ്വത കർണപുടേ നരസ്യാം ജിഹ്വാസതി ധാർദുരികേവ സൂത ന ച ഉപഗായ തുരുഗായ ഗാധാം. നരൻ്റെ
യാതൊരു ചെവികളിൽ ഭഗവാന്റെ വിക്രമങ്ങളെ കേൾക്കുന്നില്ലയോ, അവ ഗുഹകൾ. ചെവിയിൽ 2 ദ്വാരങ്ങളുണ്ട്. ചിലതിൽ ദ്രാവകമായിട്ടുള്ള മലം വരും, ചിലതിൽ പൊറ്റനായിട്ടുള്ള മലം വരും. വിഷ്ണുവിൻ്റെ കർണകമലങ്ങളിലാണ് മധുകൈടവന്മാർ എന്നുള്ള 2 അസുരന്മാരിരുന്നിരുന്നത്. അപ്പം നമ്മുടെ ചെവിയിലും ആസുരീയ രാക്ഷസന്മാരില്ലാതെ കണ്ടിരിക്കണമെങ്കിൽ അവരുടെ എതിരാളിയായിരിക്കുന്ന കൃഷ്ണൻ്റെ നാമങ്ങൾ നമ്മൾ ഉച്ചരിച്ചുകൊണ്ടിരിക്കണം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, വൈസ് വൈസ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അവരവരെന്നെ കുറച്ച് ഒച്ചത്തിൽ ജപിക്കണം. അപ്പോഴാണ് നമ്മൾ നമ്മുടെ കർണപുടങ്ങളിൽ കൂടി ഈ ആനന്ദാമൃത്, രാമകൃഷ്ണ നാമാമൃതം, നാമങ്ങൾ അമൃതാണ്, അത് നമ്മൾ കർണപുടത്തിൽ കൂടി മനസ്സിലേക്ക് ഇറങ്ങിയാൽ ആ മനസ്സിൽ ഭഗവാൻ നൃത്തം ചെയ്യുന്ന. അതുകൊണ്ടാണ് പറഞ്ഞത്, കേൾക്കുന്നില്ലയോ അവ കഷ്ടം. ഭഗവാന്റെ കഥകളെ ഉപഗാനം ചെയ്യാത്ത ഈ ചെവികൾ ഗുഹയാണെങ്കിൽ നാവ് വേഗത്തിൻ്റേതെന്ന പോലെ അശോഭനയാകുന്നു. ദാർദുരിക ഇവ വേഗം, അത് ഇതേമാതിരി ഒട്ടകാണോ നായാണോ എന്നുള്ളതിൻ്റെ ഈ ഭാവാർത്ഥത്തിൽ വരുന്നുണ്ട് നോക്കാം. ഹരിഭജനം ചെയ്യാത്തവൻ്റെ ശരീരാവയവങ്ങളും നിഷ്ഫലമെന്നുറപ്പിക്കുന്നു. നോക്കൂ, പൂർവജന്മാന്തര സുഹൃതങ്ങൾക്കനുസരിച്ചിട്ടാണ് ഈ ജന്മം നല്ല ദാമ്പത്യ ജീവിതം ഉണ്ടാവുന്നത്. പരമശൈലേ, പറഞ്ഞാൽ കേൾക്കുന്ന ഭർത്താവ്, പറഞ്ഞാൽ കേൾക്കുന്ന ഭാര്യ, അത് കറുത്തതായാലും വെളുത്തതായാലും പ്രശ്നമില്ല, പറഞ്ഞാൽ കേൾക്കണതായിരിക്കണം. പറയാണ്ട് മനസ്സിലാക്കാൻ സാധിക്കുകയാണെങ്കിൽ ഉത്തമമായി. പരമശയോ, ഭാര്യയുടെ ആഗ്രഹാഭിലാഷങ്ങളെ മാനിച്ചുകൊണ്ട് പെരുമാറുന്ന ഭർത്താവ് ശ്രീഹരി തന്നെയാണെന്നൊക്കെയാണ് പറയാം. അതേമാതിരി ഭർത്താവിൻ്റെ ആഗ്രഹാഭിലാഷങ്ങൾ മാനിച്ച് ചെയ്യുന്ന ഭാര്യ മഹാലക്ഷ്മിയാണെന്നൊക്കെ പറയും. ഇതിങ്ങനെ പറഞ്ഞാൽ പോരാ, അനുഭവത്തിൽ വരണം, അതിനു വേണ്ടി ഭാഗ്യം ചെയ്യണം. പരമശയോ, അപ്പോൾ ഹരിഭജനം ചെയ്യാത്തവൻ്റെ ശരീരാവയവങ്ങൾ അല്ലെങ്കിൽ മലമൂത്ര ഭണ്ഡാകാരമാകുന്നുള്ള ശരീരത്തെ തൊട്ട് തലോടിക്കൊണ്ടിരുന്നാൽ നമ്മൾക്ക് മുക്തി കിട്ടില്ല മക്കളെ. അതാണ് പ്രശ്നം. നേരെ മറിച്ച് അത് രുക്മിണിയാണ്, ഇയാൾ കൃഷ്ണനാണെന്ന് പറഞ്ഞോളൂ, ആലിംഗനം ചെയ്തോളൂ, അയ്യോ അമ്മയെന്ന് പറയരുത്, കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞോളൂ. അതൊക്കെ മാലിന്യമുക്തങ്ങളാണ്. ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇത് പറഞ്ഞു തരാനുള്ള വൈഭവം പെൺമക്കൾക്ക് നല്ല അമ്മമാരെ കിട്ടണം. ആൺമക്കൾക്ക് നല്ല അച്ഛനാവണം എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ അറിയണം, അത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. വിവാഹം എന്നുള്ളത് ജസ്റ്റ് ഫോർ സെക്സ് അല്ല, പിന്നെയോ അവരവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആൾക്കാരായി തീരണം. ഇതിനാണ് പുരാണങ്ങൾ പഠിക്കുന്നത്. രാമനുക്ക് സീത എപ്പടി, നേരെ പെങ്ങളാന്ന് പറയരുത്. പ്രൊഫഷയില്ലേ. അപ്പോൾ മഹാപരാക്രമങ്ങളെ ലോകത്തിൽ പ്രകാശിപ്പിച്ച ഭഗവാന്റെ പല വിധങ്ങളായ ഉദാരചേഷ്ടിതങ്ങളെ കേൾക്കാതെയുള്ള കർണപുടങ്ങൾ സർപ്പത്തിന് വസിപ്പാനുള്ള ദ്വാരങ്ങൾ പോലെ വെറും 2 ദ്വാരങ്ങൾ എന്ന് മാത്രം. അത് മഹാകഷ്ടം. ശിവൻ്റെ അമ്പലത്തിൽ ബെല്ലടിച്ചു, മണിയടിച്ചു എന്നർത്ഥം, ബെല്ലടിച്ചു എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ചരിത്രങ്ങളെ കീർത്തനം ചെയ്യാത്ത നാവ്, ഭഗവാന്റെ ചരിത്രങ്ങളെ കീർത്തനം ചെയ്യാത്ത നാവ് തവളയുടെ നാവെന്ന പോലെ നിഷ്ഫല ശബ്ദങ്ങളെ ഉച്ചരിക്കുന്നതിനാൽ അമംഗളമായതാകുന്നു. അവർ ശബ്ദിക്കുന്നുണ്ട്, അമംഗളമാണത് അല്ലേ. ഒരു വീട്ടിനുള്ളിലുള്ള ദ്വാരത്തിൽ വസിക്കുന്ന സർപ്പം വീട്ടുടമസ്ഥനെ തന്നെ നശിപ്പിക്കുന്നത് പോലെ
വളരെ അർത്ഥവത്തായിട്ടുള്ള വാക്കുകളാണ്. ഒരു വീടിൻ്റെ ഉള്ളിൽ മടയിലിരിക്കുന്ന സർപ്പം ആ വീട്ടുടമസ്ഥനെ ഇല്ലായ്മ ചെയ്യാൻ നശിപ്പിക്കുന്നത് പോലെ അസൽ കഥകളെ, എന്താ അസൽ കഥകൾ? സത്കഥകളല്ലാത്തത്, അതിനാണ് ഇന്ന് പ്രചുര പ്രചാരം. ഇന്ന് പല എഴുത്തുകാരും ഇല്ലേ താടിയും തലയൊക്കെ നീട്ടി ധാരാളം മധുപാനം ചെയ്ത് അങ്ങനെയാണ്. ഇപ്പം വീട്ടിലിരുന്ന് കഥ എഴുതിയ കഥ വരില്ല, അത്ര ലോഡ്ജുകളിൽ പോയിരിക്കണം എന്നാണ്. അത് സാധാരണ പോലെ ഇരിക്കരുത്. സാധാരണക്കാളെ വെൽ ക്ലീൻ ഷേവ്ഡ് എന്നാവാർ. കുറേ തലമുടിയൊക്കെ വളർത്തി, താടിയൊക്കെ വളർത്തി, ചപ്രപ്രാന്നാക്കി, ഒരു മുഷിഞ്ഞ ജുബ്ബിയൂട്ട്, ഭാവന എങ്ങനെയാണ്. ഇപ്പോൾ ധാരാളം കവിതകൾ വരുന്നുണ്ട്. അതിൽ പ്രാസോ വൃത്തോ ഒന്നും പ്രശ്നമില്ല, എങ്ങനെ വേണമെങ്കിൽ പാടാം, വായിക്കാം. അങ്ങനെയാണ്. എല്ലാം കൊണ്ട് നിൽക്കുന്നത് അപൗരുഷങ്ങളായ, ആ വാക്കല്ല ശരി, അങ്ങനെ വേണ്ട. അപൗരുഷങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ച് ഗമ കൂടി, ദുഃഖത്തിന് അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങളിൽ പോയിട്ടാണ് നിൽക്കുന്നത്. നല്ല ഒരു മാർജിൻ വരുന്നില്ല. അപ്പോൾ വീട്ടുടമസ്ഥനെ നശിപ്പിക്കുന്നത് പോലെ അസൽ കഥകളെ കേൾക്കുന്ന കർണദ്വാരങ്ങൾ ശരീരത്തിലിരിക്കുന്ന ജീവാത്മാവിനെ നരകത്തിൽ വീഴ്ത്തുന്നു. അതുകൊണ്ടാണ് സർപ്പവാസന സ്ഥാനങ്ങളായ ദ്വാരങ്ങളെന്ന അഭിപ്രായത്തെ പ്രകാശിപ്പിച്ചത്. അപ്പോൾ ഇവിടെ ദർദുരിക ഭേഗത്തിൻ്റേതെന്ന പോലെ എന്ന് പറഞ്ഞു. സർപ്പങ്ങളുടെ സർപ്പവാസസ്ഥാനങ്ങളായ ദ്വാരങ്ങൾ മട എന്ന് പറഞ്ഞു. അടുത്ത ശ്ലോകം 21. ഭാരപ്പരം പട്ട് കിരീടജുഷ്ടം അപ്യുത്തമാംഗം അഭി ഉത്തമാംഗം നമേ മുകുന്ദം. മുകുന്ദനെ നോക്കി കുനിയാത്ത തല മോശത പറഞ്ഞത്. ശാവൂ കരോ നോ ഗുരുദസപര്യാം ഹരേർലസൽ കാഞ്ചന കങ്കണോ വാം. ഭാരപ്പരം പട്ടകിരീടജുഷ്ടം അഭി ഉത്തമാംഗം നമേ മുകുന്ദം. ശാവോ കരോ നോ ഗുരുദസപര്യാം ഹരേർലസൽ കാഞ്ചന കങ്കണോ വാം. പട്ട കിരീടത്തെ ധരിച്ചതാണെങ്കിലും ശിരസ് മുകുന്ദനെ നമിക്കുന്നില്ലെങ്കിൽ കേവലം ഭാരം ശോഭയുള്ള സ്വർണ്ണവളകളുള്ളവളാണെങ്കിലും രണ്ടു കൈകൾ ഹരിയുടെ പൂജയെ ചെയ്യുന്നില്ലെങ്കിൽ ശവസംബന്ധികൾ തന്നെ, ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. ധാരാളം കയ്യിൽ റിസ്റ്റ് മുതൽക്ക് അല്ലേ ഊരി പോവാണ്ടിരിക്കാൻ എന്തൊക്കെയാ ചെയ്യാൻ അറിയില്ല. അത്രയും ഈ മുട്ടും കയ്യിൽ നിന്ന് ഇതുവരെ സ്വർണ്ണവളകൾ ഇടുന്നുണ്ട് സ്ത്രീകൾ കല്യാണത്തിന്. അച്ചമ്മമാർ വാങ്ങിക്കൊടുക്കുന്നുണ്ട്. എനിക്ക് സന്തോഷമേ ഉള്ളൂ, കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷേ ഇപ്പോൾ കല്യാണ വീട്ടിലേക്ക് വരുന്നത് ജോമെട്രിക് സ്റ്റൈലിൽ ഡാൻസൊക്കെ ചെയ്തിട്ടാണ് കുട്ടി. അതായത് ജ്യേഷ്ഠ സഹോദരന്മാർ, ചെറിയച്ഛന്മാർ, വല്യച്ഛന്മാർ, രാജപ്രതിനിധികളൊക്കെയുള്ള കല്യാണ എന്താ പറയുക കൺവെൻഷൻ സെൻറ്റർ, കല്യാണ മണ്ഡപങ്ങളിൽ ഭർത്താവ് മാത്രം കണ്ട് ആസ്വദിക്കേണ്ട രീതിയിലുള്ള ചടുല നൃത്തങ്ങൾ അനുഭവിച്ച് വരുന്നത് വളരെ മോശം. പരസ്യമായിട്ട് എവിടെ ഉമ്മ കൊടുക്കുകയാണെങ്കിലും അതിനൊരു ഭാവശുദ്ധിയുണ്ട് ഭർത്താവിൻ്റെ ഉമ്മയ്ക്ക്. അത് ഫോട്ടോഗ്രാഫറുടെ സൗകര്യത്തിനാവരുത്. പ്രൊഫഷനല്ലേ, എന്തോ ആവട്ടെ. അപ്പോൾ ശവസംബന്ധികളാകുന്ന കയ്യും കാലും ഉണ്ടായിട്ട് യാതൊരു കാര്യമില്ല. പട്ടുവസ്ത്രം കൊണ്ടുള്ള തലപ്പാവ് ധരിച്ചതാണെങ്കിലും ശിരസ് മുക്തിയെ നൽകുന്ന ഭഗവാനെ
ശിരസ് മുക്തിയെ നൽകുന്ന ഭഗവാനെ നമസ്കരിക്കാത്തതായിരുന്നാൽ വെറും ഭാരം തന്നെ. നമ്മുടെ തോളിനൊരു ഭാരമായിട്ട് തലയുണ്ടായിട്ട് കാര്യമില്ല. തലയിൽ വല്ലതും വേണം. പട്ടുവസ്ത്രത്തിൻ്റെ തലപ്പാവ് ഉണ്ടായാൽ പോരാ. എന്തെങ്കിലും നല്ല കാര്യങ്ങൾ വിചാരിക്കാനുള്ള കഴിവുള്ള തലയായിരിക്കണം മനുഷ്യയിലെ. അപ്പോൾ വെറും ഭാരം തന്നെ. ഏറ്റവും ശോഭയുള്ള സ്വർണ്ണവളകളെ കൊണ്ട് അലങ്കരിച്ചവയാണെങ്കിലും കൈകൾ ഭഗവാന് പൂജ ചെയ്യാതിരിക്കുന്നവയാണെങ്കിൽ ശവത്തിൻ്റെ കൈകൾ തന്നെ ആ കൈകൾ കൊണ്ട് സമർപ്പിക്കുന്ന പിണ്ടോദകാദികളെ, അച്ഛൻ മരിച്ചു, ഭർത്താവ് മരിച്ചു, പിണ്ടം വെച്ച് വെച്ചാൽ വെള്ളം കൊടുത്താൽ സ്വീകരിക്കില്ല. ഈശ്വരോപാസന ചെയ്യാത്ത കൈകളെ കൊണ്ട് മരിച്ചവർക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കുന്ന പിണ്ടം ഉദകക്രിയകൾ അവർ സ്വീകരിക്കില്ല, പിതൃക്കൾ സ്വീകരിക്കില്ല. അതിന് എന്താ ചെയ്യുക? ഭാഗവതം പഠിക്കേണ്ട തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് ആരെങ്കിലും? എന്നാൽ മൊബൈൽ ഓഫ് ചെയ്തോളൂ, എനിക്ക് വിരോധമില്ല. ഞാൻ ഏതായാലും തുടങ്ങി 8 വോളിയം പറഞ്ഞിട്ട് ഞാൻ നിർത്തും. അതുറപ്പിച്ചു. ഞാൻ ആയുസ് ഉണ്ടെങ്കിൽ അങ്ങനെ പറയാം, ഞാൻ പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് കിട്ടുന്നൊരു ഊർജം ആലോചിക്കാൻ പറ്റില്ല, അത്ര വലുതാണ് പ്രമോഷയിലെ. അപ്പോൾ പറഞ്ഞു, പിണ്ടോദകാദികളെ പിതൃക്കളും ദേവന്മാരും സ്വീകരിക്കയില്ലെന്ന് കാണിപ്പാനാണ് ശവത്തിൻ്റെ കൈകളെന്ന് വിശേഷണം കൊടുത്തിരിക്കുന്നത്. 22ാമത്തെ ശ്ലോകം. ബർഹായിതേ തേ നയനേ നരാണാം ലിംഗാനി വിഷ്ണോർ ന നിരീക്ഷതോയേ. ഈശ്വര വിഗ്രഹങ്ങൾ കണ്ട് സംതൃപ്തി അടയാത്തവരുടെ കണ്ണുകളല്ല എന്ന് പറയുന്നു. എനിക്കതിന് വാക്കാർത്ഥതും വേണ്ട, അതാണ് ശരി. ഞാൻ സംസ്കൃതം പഠിച്ചിട്ടില്ലെങ്കിലും ഭഗവാൻ എനിക്ക് വേണ്ട ഒരു ഇമാജിനേറ്റീവ് പവർ തരുന്നുണ്ട്. അതാണ് എൻ്റെ അസറ്റ്, മനസ്സിലായില്ലേ? അപ്പോൾ പാദോ നൃണാം തോ ധ്രുമജന്മഭാജോ ക്ഷേത്രാണിന അനുവ്രജതോ ഹരേറിയു. ബർഹായിതേ തേ നയനേ നരാണാം ലിംഗാനി വിഷ്ണോർന നിരീക്ഷതോ യേ പാദോ നൃണാം തോ ധ്രുമജന്മഭാജോ ക്ഷേത്രാണിന അനുവ്രജതോ ഹരേറിയോ. യാതൊന്നുകൾ വിഷ്ണുവിൻ്റെ മൂർത്തികളെ നോക്കുന്നില്ലായോ മനുഷ്യരുടെ ആ കണ്ണുകൾ. ഏത് കണ്ണുകൾ? ഓരോരുത്തരുടെ കണ്ണുകളും ശ്രീഹരിയുടെ വിഗ്രഹങ്ങളെ കണ്ട് സായുജ്യം വേണം, സാമീപ്യം വേണം, സാലോക്യം വേണം, സാരൂപ്യം വേണം എന്ന് ആഗ്രഹിക്കാത്തതുണ്ടോ? മയിൽപ്പീലിക്കണ്ണുകളോട് തുല്യങ്ങൾ. അവ ഒക്കെ മയിൽപ്പീലിക്കണ്ണുകളുള്ളത് കൊണ്ട് ആ മയിൽപ്പീലിയുടെ കണ്ണോട് കാണാൻ പറ്റുമോ? ഇല്ല. നമ്മൾ മയിൽപ്പീലി കണ്ണ് കാണുന്നുണ്ട്. മയിൽപ്പീലി കണ്ണിന് നമ്മളെ കാണാൻ പറ്റുമോ? ഇല്ല. യാതൊന്നുകൾ ഹരിയുടെ ക്ഷേത്രങ്ങളെ പ്രാപിക്കുന്നല്ലയോ. അച്ഛനമ്മേനും തൊഴിക്കാൻ മാത്രം കാല് അമ്പലത്തിൽ പോയി പ്രദക്ഷിണം ചെയ്യില്ലാതെ വന്നാൽ ആ കാലിന് മരക്കഷ്ണങ്ങളുടെ ബലമുള്ളൂ എന്നാണ് പറഞ്ഞത്. മനുഷ്യരുടെ ആ പാദങ്ങൾ വൃക്ഷജന്മത്തെ ഭജിക്കുന്നവയാവുന്നു. വൃക്ഷജന്മം. അപ്പോൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. ചില സ്ഥലത്ത് വൃക്ഷങ്ങളെ ആദരിക്കുന്ന ഭാവന വൈദഗ്ധ്യങ്ങൾ വരും. വൃക്ഷങ്ങളെ പോലെ സിൻസിയറിറ്റി ഉള്ളവരായിരിക്കണം, കായ്കൾ ഫലങ്ങൾ താഴണം എന്നൊക്കെ പറയും. ഇവിടെ നെഗറ്റീവ് അർത്ഥത്തിലാണ്. അവിടെയാണ് കാവ്യഭംഗി. പറഞ്ഞില്ലേ? ഇപ്പോൾ വൃക്ഷമാണെങ്കിൽ എത്ര ആൾ വരും അടുത്തേക്ക്, തൊട്ട് തലോടിയിട്ട് മുട്ടി നോക്കും, കാതലായി എന്നിട്ട് വേണം വെട്ടാൻ. എത്ര ആൾക്കാരുടെ മഴുവിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടാണ് ഒരു മരം വളരണത്, ആലോചിച്ച് നോക്കൂ. അപ്പോൾ പറയണു അതിൻ്റെ ഭാവാർത്ഥം, സർവവ്യാപിയായിരിക്കുന്ന ഭഗവാന്റെ മൂർത്തികളെ. ഈ മൂർത്തികൾ വിശേഷേണ ഗ്രഹിക്കേണ്ടതാണ് കേട്ടോ. ഇപ്പോൾ നമ്മളൊരാൾ നമുക്ക് സ്വന്തം ബിസിനസ് കേന്ദ്രം ഉണ്ടെങ്കിൽ അവിടെ എത്തണം, നമ്മൾക്ക് അഗ്രികൾച്ചറൽ ലാൻഡ് ഉണ്ടെങ്കിൽ അവിടെ എത്തണം, ഭാര്യയുടെ വീട്ടിൽ പോകണു, അച്ഛൻ്റെ വീട്ടിൽ പോകണു, അമ്മയുടെ വീട്ടിൽ പോകണു, മക്കളെ കൊടുത്ത വീട്ടിൽ പോകണു, കയ്യിൽ കാശുണ്ടെങ്കിൽ അവിടെ ഇവിടെ ഒക്കെ പാറി പറഞ്ഞ് നടക്കണു.
സൈറ്റ് സീയിങ്ങിന് പോണു, ഒക്കെ ഒരാളാണ്. അതേപോലെ ഈശ്വരൻ ആരാണ്? സർവവ്യാപിയാണ്. അതാണ് സർവവ്യാപിയായിരിക്കുന്ന ഭഗവാന്റെ മൂർത്തികളെ രാമകൃഷ്ണാദ്യാവതാര മൂർത്തി പ്രതിഷ്ഠകളെ എന്ന് ആദ്യം പറയണ്ടേ. അപ്പോൾ ദർശിക്കാതിരിക്കുന്ന മനുഷ്യരുടെ കണ്ണുകൾ മയിൽപ്പീലി കണ്ണുകളോട് സദൃശങ്ങൾ. പക്ഷേ ഇത് തുടക്കത്തിൽ മതി കേട്ടോ. ഈശ്വരൻ നിരാകാരനാണ്. ആ നിരാകാരനായിരിക്കുന്ന ബ്രഹ്മത്തിൻ്റെ ശക്തിവിശേഷങ്ങളാണ് എൻ്റെ ഉള്ളിലെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ക്ഷേത്ര ദർശനം വേണ്ട. അപ്പോൾ ഇത് തുടക്കത്തിലേക്ക് നമ്മളതിനെ പിടിച്ചു വലിക്കാൻ മോട്ടിവേറ്റ് ചെയ്യുന്ന ഭാഗമായിട്ടേ ഉള്ളൂ. ഇത് ഇനി 11-ാം സ്കന്ധത്തിലേക്ക് പോകുമ്പോഴാണ് വേദാന്ത വിചാരങ്ങൾ വരിക, മനസ്സിലായില്ലേ? അപ്പോൾ മയിൽപ്പീലി കണ്ണുകളോട് സദൃശങ്ങൾ. ശ്രീഹരിയെ പ്രതിഷ്ഠിച്ച് പൂജിക്കുന്ന ക്ഷേത്രങ്ങളെ പ്രദക്ഷിണാദികൾ ചെയ്യാത്തതായ മനുഷ്യരുടെ കാലുകൾ സഞ്ചരിപ്പാൻ കഴിയാതെ നിൽക്കുന്ന വൃക്ഷമൂലങ്ങളോട് സമാനങ്ങളാകുന്നു. വൃക്ഷങ്ങൾ എത്ര വലുതാണെങ്കിലും ചെറുതാണെങ്കിലും ശരി, സഞ്ചരിക്കാൻ പറ്റില്ലല്ലോ. നിഷ്ഫല സഞ്ചാരം ചെയ്യുന്ന കാലുകൾക്കും സഞ്ചരിക്കാതെ നിൽക്കുന്ന വൃക്ഷമൂലങ്ങൾക്കും വ്യത്യാസമില്ലെന്ന് സാരം. നിഷ്ഫല സഞ്ചാരം, മോക്ഷപ്രദത്തിന് വേണ്ടി പ്രവർത്തിക്കാത്ത ആൾക്കാരുടെ കാല് ഈ വൃക്ഷമൂലം പോലെയാണെന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. 23-ാം ശ്ലോകം. ജീവശവോ ഭാഗവതാംഗ്രിരേണും ന ജാതുമർത്യോ അഭിലഭേദയസ്തു ശ്രീവിഷ്ണുപദ്യാ മനുജസ്തുളസ്യാ ശ്വസശ്ചവോ യസ്തു ന വേദഗന്ധം. ജീവശവോ ഭാഗവതാംഗ്രിരേണും ന ജാതുമർത്യോഭിലഭേദയസ്തു ശ്രീവിഷ്ണുപദ്യാ മനുജസ്തുളസ്യാ സ്വസശ്ചവോ യസ്തു ന വേദഗന്ധം. യാതൊരുവനാകട്ടെ ഭഗവത് ഭക്തന്മാരുടെ പാദധൂളിയെ, ഭഗവാന്റെ പാദധൂളി എന്നല്ല, കാരണം ഭഗവാൻ നിരാകാരനാണ്. വിഗ്രഹത്തിൻ്റെ പാദത്തിൽ കൈകൊണ്ട് ഉരസി നോക്കിയാൽ പാദധൂളികൾ കിട്ടില്ല. പക്ഷേ മഹാജനങ്ങൾ, സജ്ജനങ്ങൾ അവരുടെ പാദധൂളി തലയിൽ ധരിക്കുക വലിയൊരു കാര്യമാണ്. അപ്പോൾ യാതൊരുവനാട്ടെ ഭഗവത് ഭക്തന്മാരുടെ പാദധൂളിയെ ഒരു കാലത്തും പ്രാപിക്കാതിരിക്കുന്നുവോ? ഒരു കാലത്തും. നോ, സില്ലി പീപ്പിൾ, അങ്ങനെ പറയരുത്. ദേ ആർ ദി മോസ്റ്റ് പ്രിവിലേജ്ഡ് ക്ലാസ്. അപ്പോൾ പ്രാപിക്കാതിരിക്കുന്നുവോ ആ മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന ശവം യാതൊരുവനാകട്ടെ, ബ്രാഹ്മണ ക്ഷത്ര വൈശ്യ ശൂദ്ര ഏത് കുലത്തിൽ ജനിച്ചവനായാലും ശരി, ശ്രീ വിഷ്ണുപദ ലഗ്നയായിരിക്കുന്ന തുളസി എവിടെ ഉണ്ടാവുക? തുളസീനെ എവിടെ അർച്ചിക്കണത്? ഭഗവാന്റെ പാദമൂലത്തിൽ. ആ തുളസിയുടെ ഗന്ധത്തെ അറിയില്ലയോ ആ മനുഷ്യൻ ശ്വസിച്ചു കൊണ്ടിരിക്കുന്ന ശവം തന്നെ. എന്താ ഇതിലും ഇതൊക്കെ വ്യാസരെങ്ങനെ നമ്മളെ പ്രബുദ്ധരാക്കുക? ഇതൊക്കെ നമ്മളെ പ്രബുദ്ധരാക്കാൻ വേണ്ടിയിട്ടുള്ളതാ, പരമശൈലേ. അതുകൊണ്ട് നിർത്തിയില്ല, പിന്നെയും പറഞ്ഞു, ശ്രീ ഭഗവാന്റെ ഭക്തന്മാരുടെ പാദധൂളി ഏൽക്കാൻ ഒരു കാലത്തും സാധിക്കാതിരിക്കുന്ന മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന ശവത്തോട് തുല്യൻ. ശ്രീ വിഷ്ണുവിൻ്റെ പാദത്തിൽ പൂജിച്ച തുളസിയുടെ ഗന്ധത്തെ ആഘ്രാണിച്ച് സന്തോഷിക്കാത്ത, ഭഗവാൻ അർച്ചിച്ച തുളസിയെ എടുത്ത് മണക്കണം, അത് ഹൃദയത്തിലേക്ക് എത്തണം. അപ്പോൾ ഹൃദയത്തിലുള്ള ഭഗവാന് നമ്മൾ പഞ്ചോപചാര പൂജ ചെയ്ത ഫലമായി. അപ്പോൾ പാദത്തിൽ പൂജ തുളസിയുടെ ഗന്ധത്തെ ആഘ്രാണിച്ച് സന്തോഷിക്കാത്ത മനുഷ്യൻ ശ്വാസം വിട്ടുകൊണ്ടിരിക്കുന്ന ശവത്തിന് തുല്യനാണെന്നാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ? അവിടെ നിർത്തണോ? രണ്ട് ശ്ലോകം കൂടി ആയാൽ സമയം പോയപ്പോട്ടെ, നമുക്കിതവിടെ കഴിക്കാം. നാളെ നമുക്ക് 4-ാം അധ്യായം തുടങ്ങാം കേട്ടോ. അടുത്ത ശ്ലോകം. തദസ്മസാരം അസ്മസാരം ഹൃദയം ബദേദം യൽ ഗൃഹ്യമാണേ ഹരിനാമധേയേ ന വിക്രിയേതാഥയതാ വികാരോ
നേത്രേ ജലം ഗാത്രരുഹേഷു ഹർഷാം തദശ്മസാരം ഹൃദയം പതേദം യൽ ഗൃഹ്യമാണേ ഹരിനാമധേയൈ ന വിക്രിയേതാധയതാ വികാരോ നേത്രേ ജലം ഗാത്രരുഹേഷു ഹർഷ. എന്താ അതിനർത്ഥം? ഗ്രഹിക്കപ്പെടുന്ന, മനസ്സിലാക്കപ്പെടാൻ കഴിവുള്ളവന് ഹരിനാമധേയങ്ങളാൽ യാതൊന്ന് രോമങ്ങളിൽ സന്തോഷം, അതായത് രോമങ്ങളൊക്കെ നീട്ടു നിൽക്കും. ആനന്ദചിത്തന്മാരാവുമ്പോൾ സന്തോഷം, കണ്ണിൽ വെള്ളം എന്നീ വികാരപ്പെടുന്നില്ലയോ? ഗദ്ഗതം വരുന്നില്ലേ? പുളകം കൊള്ളുന്നില്ലേ? മോശമാണ് കേട്ടോ. അപ്പോൾ വികാരപ്പെടുന്നില്ലയോ? ആ ഹൃദയം കല്ലിന് തുല്യം. ഒരേ ശബ്ദം പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് ഉപയോഗിക്കും. അത് ശ്രദ്ധിക്കുന്ന വേണം കേട്ടോ. ഹരിനാമധേയങ്ങളെ ഉച്ചരിക്കുമ്പോൾ രോമാഞ്ചം. അതാണ് സ്വയം ചെയ്യണം. സ്വയം നാമാവലികൾ ചെല്ലണം, നാമങ്ങൾ ചെല്ലണം, നാമസങ്കീർത്തനം ചെയ്യണം, ഉറക്ക ജപിക്കുക. തന്നെ അശ്രുഗണങ്ങൾ വരും. അങ്ങനെയുണ്ട്. ഹരേ കൃഷ്ണ എന്നാണ് വിളിക്കും. ഭഗവാൻ ഉള്ളിലിരുന്നിട്ട് സിറിഞ്ചിങ്ങനെ പീച്ചും, കണ്ണിൽ വെള്ളം വരും. അനുഭവം വേണം, അനുഭവം ഗുരു. ആനന്ദബാഷ്പം എന്നിങ്ങനെയുള്ള വികാരങ്ങളാൽ യാതൊരു ചിത്തം ആർദ്രമായി ഭവിക്കുന്നില്ലയോ? ആ ഹൃദയം കല്ലുപോലെ കഠിനമായിരിക്കുന്ന എന്തോ ഒരു പദാർത്ഥമെന്നല്ലാതെ മനുഷ്യഹൃദയമാണെന്ന് വിചാരിക്കത്തക്കതല്ല. ഇനി എന്താ ചെയ്യുക? അതിനെ മാറ്റിയെടുക്കണ്ടേ നമുക്ക്? അധാഭിധേഹി അംഗ മനോ അനുകൂലം പ്രഭാഷസേ ഭാഗവത പ്രധാന യഥാഹ വയ്യാസകിരാത്മവിദ്യ വിശാരദോ നൃപതിം സാധുപൃഷ്ടാം. അധാഭിദേഹി അംഗ മനോ അനുകൂലം പ്രഭാഷസേ ഭാഗവത പ്രധാന യഥാഹ വയ്യാസകിരാത്മവിദ്യ വിശാരദോ നൃപതിം സാധുപൃഷ്ട. അവസാനത്തെ ശ്ലോകം 25. എന്താ അതിന് വാക്കാർത്ഥം പറയാ? ആത്മവിദ്യയിൽ സമർത്ഥനും, പരാവിദ്യ, ആത്മവിദ്യയിൽ സമർത്ഥനും. മറ്റുള്ളവൻ്റെ പോക്കറ്റ് അടിക്കണേലല്ല ക്യാമറ ആവേണ്ടത്. ആത്മവിദ്യയിൽ സമർത്ഥനും ഭക്തിപൂർവം പൃച്ഛിക്കപ്പെട്ടവനുമായ വ്യാസപുത്രൻ യാതൊന്ന് പറഞ്ഞു. ഹേ പൂജ്യ, അതിനെ പറഞ്ഞാലും ഭാഗവത ഭക്തന്മാരിൽ ശ്രേഷ്ഠനായ അങ്ങ് മനസ്സിന് അനുകൂലമാകും വണ്ണം പറയുന്നു. പ്രഭാഷസേ. എൻ്റെ ഉദ്ദേശം എന്താ? നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിന് അനുകൂലമാകുന്ന ശ്രീകൃഷ്ണ ചരിതങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ വ്യാകുല ചിന്തകളെ ബാണം കെട്ടി പുറത്തെറിഞ്ഞ് ശ്രീകൃഷ്ണ ചരിതാമൃതം എന്ന അമൃതം നിങ്ങളുടെ മനസ്സിൽ നിറക്കിപ്പിക്കലാണ് എൻ്റെ നിമിത്തം, എൻ്റെ നിയോഗം. എനിക്കെന്താ ലാഭം? ഞാൻ പറയാം. ഭഗവാൻ എൻ്റെ ഉള്ളിലിരുന്ന് ഇതിങ്ങനെ പറയിപ്പിച്ച് ഭഗവാൻ തന്നെ കേൾക്കുകയാണ്. അതാണ് എൻ്റെ നിഷ്കാമകർമ്മം. എൻ്റെ ഉള്ളിലുള്ള ഭഗവാൻ നിങ്ങളുടെ ഉള്ളിലുണ്ട്. ബാലിശമായിട്ടാണെങ്കിലും കളിതമാശയോട് കൂടിയിട്ടാണെങ്കിലും നിങ്ങളിത് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ചൈതന്യം ഇതിനെ ശരിക്കും കേൾക്കും. പട്ടാമ്പിക്ക് ഒരു മാർക്ക് കൊടുക്കും. അങ്ങനെ 10 മാർക്ക് വന്നാൽ ശ്രീകൃഷ്ണ ശരണം മമ, ശ്രീകൃഷ്ണ ശരണം മമ, ശ്രീകൃഷ്ണ ചരണം മമ, ശ്രീകൃഷ്ണ ശരണം മമ ആയി. പറഞ്ഞോ? അപ്പോൾ പറഞ്ഞു, അഭക്തൻ്റെ ശരീരാവയവങ്ങൾ കൂടെ നിഷ്ഫലങ്ങളായിട്ട് നശിച്ചു പോകുന്നതിനാൽ അഭക്തന്മാരുടെ ശരീരം നിഷ്ഫലം, ഒരു കാര്യമില്ലാണ്ട് നശിച്ചു പോകും. ഹേ പൂജ്യനായ സൂത, ആത്മജ്ഞാനിയായ ശുഗരോട് പരീക്ഷിത്ത് മഹാരാജാവ് ഭക്തിപൂർവം ചെയ്ത ചോദ്യത്തിന് ആ മഹാത്മാവ് പറഞ്ഞ ഉത്തരം എന്താണെന്ന് ഞങ്ങളോട് പറയണം. അങ്ങയുടെ സംഭാഷണം ഞങ്ങളുടെ മനസ്സിനെ സുഖിപ്പിക്കണമെന്നാണോ? അല്ല, ആനന്ദിപ്പിക്കണം. കാരണം ഈ ആനന്ദം എന്നുള്ളതിന്
സൂപ്പർലേറ്റീവ് ഡിഗ്രി മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ആനന്ദം, ആനന്ദം, പരമാനന്ദം, സച്ചിദാനന്ദം, ചിന്മയാനന്ദം, അല്ലേ, എല്ലാം ആനന്ദമാണ്. ആനന്ദ സ്വരൂപനാണ് ഭഗവാനെ പറ്റി പറയാം. അതോടുകൂടി ഈ 3-ാം അധ്യായം കഴിഞ്ഞു. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ ദ്വിതീയ സ്കന്ധേ തത്വധ്യാന നിരൂപണ പ്രകരണ. ഇപ്പം എന്താ നമ്മൾ പഠിച്ചത്? തത്വധ്യാന നിരൂപണ പ്രകരണേ സ്ഥൂലധ്യാന നിരൂപണം നാമ തൃതീയോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ മേൽക്കുമേലുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അതേസമയം ലോകാസമസ്താസിനോ ഭവന്തു, എല്ലാ ജീവജാലങ്ങൾക്കും സ്വസ്തിയും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നാളെ കാണാം.